ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ തോരനാണെന്നുള്ളത്. നമ്മുടെ കോളിഫ്ലവർ തോരനാണ് കേട്ടോ. കോളിഫ്ലവർ തോരൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവർ നന്നായിട്ട് കുക്കാവണം. അത് വെള്ളം അധികം ഒഴിച്ച് കുക്ക് ചെയ്യുകയും ചെയ്യരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അരപ്പിന് കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് വേണം നമ്മൾ ഈ തോരൻ ഉണ്ടാക്കാൻ. വെറുതെ തേങ്ങ മാത്രം ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ തോരനിലേക്ക് ചേർക്കുന്നതൊക്കെ ചേർക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കോളിഫ്ലവർ തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതിനുശേഷം വീണ്ടും കഴുകിയെടുത്തു. പിന്നെ നമ്മളൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കുറയ്ക്കാം കേട്ടോ. 1/2 കപ്പ് മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർക്കാം. പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ഉള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഉള്ളി വൃത്തിയാക്കി എടുക്കാനുള്ള സമയം പോകുന്നതുകൊണ്ടാണ് നമ്മൾ സവോള ചേർക്കുന്നത്. ഉള്ളിയാണെങ്കിൽ ഒരു 10 ഉള്ളി ചേർക്കുക. പിന്നെ 3 പച്ചമുളക്, നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് എടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. അതപ്പോൾ നമുക്ക് അരയ്ക്കുമ്പോൾ ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം കോളിഫ്ലവർ കുക്ക് ചെയ്യാൻ വയ്ക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് 3 എണ്ണം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മുറിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ മുറിച്ച് ചേർക്കാം നമ്മുടെ കോളിഫ്ലവറിൻ്റെ കൂടെ. പക്ഷെ അരച്ച് ചേർക്കുമ്പോൾ അരപ്പിലേക്ക് നന്നായിട്ട് പച്ചമുളക് മിക്സ് ആയി വന്നോളും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ മതി, അധികം വേണ്ട. പിന്നെ മസാല ഫ്ലേവറാണ് താല്പര്യമെങ്കിൽ പെരിഞ്ജീരകവും ചേർക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നാടൻ രീതിയിൽ തോരൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നല്ല ജീരകം തന്നെ ചേർത്തത്. പെരിഞ്ജീരകം ചേർത്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. പച്ചമുളകിൻ്റെ എണ്ണം കുറവാണെങ്കിൽ കൂടുതൽ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർന്നൊന്ന് ഒതുക്കിയെടുക്കാം തോരൻ്റെ പാകത്തിൽ. ഒരു 2-3 ഇതൾ കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത് ഒതുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മളിപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ തോരൻ റെഡിയാക്കി തുടങ്ങാം. നമുക്ക് ആദ്യം സവോള കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവോള നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. 1/2 ടീസ്പൂൺ കടുക് മതി. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർക്കാണ്. വറ്റൽമുളക് ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ വേപ്പിലയും ചേർക്കാം. ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. ഒരുപാട് അങ്ങോട്ട് കുക്കായി വരേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കോളിഫ്ലവർ ആയതുകൊണ്ട് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. അരപ്പിൽ മുളക് പൊടി ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സവോളയിലേക്ക് മുളക് പൊടി ചേർത്താലും മതി. അപ്പോൾ അരപ്പിൽ മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് അരപ്പിലെല്ലാം നന്നായിട്ട് മുളക് പൊടി മിക്സ് ആയി കിട്ടും. അല്ലെങ്കിൽ ഈ സവോളയിലേക്ക് മുളക് പൊടി ചേർക്കാം. ഏതിലെങ്കിലും ഒന്നിലും ചേർത്താൽ മതി കേട്ടോ. 2ലും ചേർക്കേണ്ട ആവശ്യമില്ല. 2ലും ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാൻ എന്താ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരട്ടെ. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരും. ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടല്ല നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. വെള്ളം തളിച്ചു കൊടുക്കാം നമുക്ക്. പക്ഷെ വെള്ളം ഒഴിച്ച് വേവിക്കരുത് കേട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ കുക്കായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ വലിയ പെറ്റൽസ് ആയിട്ട് അടർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ വേവാൻ കൂടുതൽ സമയമെടുക്കും. ചെറിയ പെറ്റൽസ് ആയിട്ട് അടർത്തിയെടുക്കുക. അപ്പോൾ ഇനി നമുക്കിത്
നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം ഇടയ്ക്ക്, ഇപ്പോഴല്ല. ഇപ്പോൾ കോളിഫ്ലവർ ഒന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതിലും ചെറുതായിട്ട് കോളിഫ്ലവർ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പമുള്ള രീതിയിൽ കട്ട് ചെയ്തേ ഉള്ളൂ. ഇനി ഇതിവിടെ ഇരുന്ന് കുക്കാവട്ടെ. തീ കുറച്ച് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ കോളിഫ്ലവർ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ വെള്ളം ചേർക്കാണ്. അധികം വെള്ളം വേണ്ട. ഇത്രയും മതി. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. ആവിയിലൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇത്രയും വെള്ളം പോരാതെ വരും കേട്ടോ, കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് കോളിഫ്ലവർ ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മൾ കോളിഫ്ലവർ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഈ തണ്ടിലൊന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ വിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഇത് പെരിഞ്ജീരകം ചേർത്ത് അരച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മസാല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടും ചെയ്യാം കേട്ടോ. ഈ ഒരു തോരൻ 2 രീതിയിലും ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ സാധാരണ തോരൻ വയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കോളിഫ്ലവറിലേക്ക്. ഇനി കോളിഫ്ലവറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കോളിഫ്ലവർ കുക്കാവാൻ വേണ്ടിയാണ് ഞാൻ ഉപ്പ് ചേർക്കാതെ ഇത്രയും സമയം കുക്ക് ചെയ്തെടുത്തത്. ഇനി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വീണ്ടും ഒരു 3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ തേങ്ങയിലുള്ള മുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കോളിഫ്ലവറിലേക്ക് പിടിച്ചു വരും. ലോ ഫ്ലെയിമിൽ തന്നെ വേണം അടച്ചു വയ്ക്കാനായിട്ട്. നമുക്ക് വീണ്ടും അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ അടച്ചു വെച്ചിട്ടൊരു 3 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് കോളിഫ്ലവറിലേക്ക് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എരിവും കറക്റ്റ് ആയിക്കോളും. ഇനി മുളക് പൊടിയൊന്നും ചേർക്കരുത്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ തോരൻ ഈസി ആയിട്ട് റെഡി ആയില്ലേ, അധികം സമയം എടുത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കോളിഫ്ലവർ തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇനി പതിവ് പോലെ തന്നെ എപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മറ്റുള്ള റെസിപ്പികളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.